വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യയാണെങ്കിൽ പപ്പി ഉറക്കമുണരുന്നത് നോക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ മുത്തിയാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി, ചാരി ഇരുന്നങ്ങ് ഉറങ്ങുകയാണ്. ഈ അമ്പലത്തിൽ തപസ്സിൽ പൂജ ചെയ്യുന്ന ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. പാമ്പിനെയൊന്നും വകവയ്ക്കാതെ ശാരദാമ്മയാണെങ്കിൽ ഏകാഗ്രമായിട്ട് ഇരുന്നങ്ങ് തപസ് ചെയ്യുകയാണ്. അതേസമയം സത്യയാണെങ്കിൽ ഇങ്ങനെ പപ്പിയെ തന്നെ നോക്കിയിരിക്കുകയാണ് കട്ടിലിനടുത്ത്. തുടർന്ന് പപ്പിയാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ണ് തുറക്കുകയാണ്. അന്നേരം പപ്പിയെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ എന്താന്നും പറഞ്ഞാൽ മുത്തി ഉണരുന്നുണ്ട്. അന്നേരം പപ്പി കണ്ണ് തുറന്നു ഗ്രാൻഡ്മാ എന്ന് പറയുകയാണ്. തുടർന്ന് പപ്പി പതി എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ രക്ഷപ്പെട്ടോ സത്യം ചോദിക്കുമ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ്. ദേ ഈ മുത്തിയാണ് രക്ഷിച്ചത്, ഈ ഗ്രാൻഡ്മയാണ് രക്ഷിച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാനല്ല, ഈശ്വരൻ നിങ്ങളുടെ ഈ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥന കേട്ടു, മലദൈവങ്ങൾ പ്രാർത്ഥന കേട്ടു, മലദൈവങ്ങളാണ് രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന് ഈ മുത്തി നന്ദിയൊക്കെ പറയുകയാണ്. അതേസമയം അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ശാരദാമ്മയെ കാണിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി അത് പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഞങ്ങളൊരാളെ അന്വേഷിച്ച് വന്നതാണ് ഗ്രാൻഡ്മ, ഇടയ്ക്ക് വഴി തെറ്റിപ്പോയി, അങ്ങനെ ഇവിടെ എത്തി എന്ന് പറയുകയാണ്. എന്നിട്ട് നിങ്ങളെ കാണാതെ വീട്ടിലുള്ളവർ വിഷമിക്കുകയില്ലേ, നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. ഇപ്പോൾ എന്തായാലും ഇവിടെ കിടന്ന് കുറച്ച് നേരം കിടക്ക്, നേരം പുലരുമ്പോൾ ഞാൻ തന്നെ കാടിന് വെളിയിൽ കൊണ്ടാക്കാൻ രണ്ടുപേരും കിടന്നോ എന്ന് പറയുകയാണ്. തുടർന്ന് കിടക്ക് സത്യ എന്നിങ്ങനെ പപ്പിയും പറയുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ സത്യയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുകയും ഉമ്മ ഒടുക്കുകയൊക്കെ ചെയ്യുകയാണ്. തുടർന്ന് രണ്ടുപേരും കട്ടിലിൽ കിടക്കുമ്പോൾ മുത്തിയാണെങ്കിൽ ഷീറ്റൊക്കെ മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തിയങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം പപ്പി പേടിച്ചു പോയോ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. അന്നേരം അതേന്ന് പറയുമ്പോൾ പേടിക്കണ്ട ഞാനില്ലേ കൂടെ എന്നിങ്ങനെ സത്യ പറഞ്ഞിട്ട് വീണ്ടും പപ്പിക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. അന്നേരം ഈ സംഭവങ്ങളൊക്കെ ആ ദൂരെ കുറ്റിക്കാട്ടിൽ ഇങ്ങനെ ഒളിച്ചിരുന്ന് ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഈ ഒറ്റക്കാലം ബേബി ആണെങ്കിൽ കാണുന്നുണ്ട്. അന്നേരം കുട്ടികൾ അവിടെ കിടക്കുന്നു, മുത്തി കൂട്ടുണ്ടെന്ന് കാണുമ്പോൾ അയാളങ്ങ് മാറി അങ്ങോട്ട് പോവുകയാണ്. പുലരുന്നവരെ കാത്തിരിക്കാനാണ് അയാളുടെ പ്ലാൻ. തുടർന്ന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നേരം പുലരുന്നുണ്ട്. പപ്പിയും സത്യയുമാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. മുത്തി എവിടെയും കാണാനില്ല, അകത്തെവിടെയോ ആണ്. അതേസമയം ഒറ്റക്കാലം ബേബിയാണെങ്കിൽ പതിയെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കട്ടിലിനടുത്തേക്ക് വന്നു നിന്നിട്ട് കുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുറേ നേരം. അതിനുശേഷം പപ്പിയുടെ ദേഹത്ത് നിന്നും സത്യയുടെ കൈയും കാലുമൊക്കെ അങ്ങ് പതുക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഷീറ്റൊക്കെ മാറ്റിയിട്ട് പത്മിനിയെ എടുത്തങ്ങ് തോളിലേക്ക് ഇടുകയാണ്. നേരം അത്രയും നേരം കുട്ടികൾ അറിയുന്നില്ല. പക്ഷെ തോളിലേക്ക് പെട്ടെന്നങ്ങ് വീഴുമ്പോൾ ആരാന്നും പറഞ്ഞ് പപ്പി പെട്ടെന്ന് ഉണരുന്നുണ്ട്. ആരാ എന്നെ കൊണ്ടുപോകുന്ന, വിട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഒറ്റക്കാലം ബേബിയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട്. അന്നേരം സത്യ എന്നെ രക്ഷിക്കുക സത്യ എന്ന് വിളിക്കുമ്പോഴാണ് സത്യ ഉണർന്ന് കട്ടിലിരുന്ന് തന്നെ നോക്കുകയാണ്. അന്നേരം പത്മിനിയെ ഈ കാല് വയ്യാത്ത ആള് തോളിലിട്ടുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അന്നേരം ആരാടോ നിൽക്കടോ അവിടെ, പപ്പി വിടടോ എന്നൊക്കെ പറഞ്ഞ് കട്ടിലിരുന്ന് പറയുകയാണ്. അന്നേരം സത്യ എന്നെ രക്ഷിക്കുക എന്ന് വിളിക്കുമ്പോൾ സത്യയാണെങ്കിൽ ഇവരുടെ പുറകെ ഓടുകയാണ്. പക്ഷെ ഒറ്റക്കാലേ ഉള്ളൂ എങ്കിലും ഇയാൾ നല്ല സ്പീഡിന് നടന്നു പോകുമ്പോൾ ഇയാൾ 2 സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റിക്ക് കട്ടിലിൻ്റെ അവിടെ വെച്ചിട്ട് മറ്റേ സ്റ്റിക്ക് ഒറ്റ ഇതും കുത്തിയാണ് പോകുന്നത്. തുടർന്ന് ബഹളമൊക്കെ കേട്ടുകൊണ്ട് കുറച്ച് സമയത്തിന് ശേഷം മുത്തി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കുട്ടികൾ എവിടെ പോയി എന്ന് പറഞ്ഞ് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. അന്നേരം ആ ഒറ്റ സ്റ്റിക്ക് അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നും പറഞ്ഞ് മുത്തി ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. ഇതേസമയം സത്യയാണെങ്കിൽ പപ്പിയുടെ പിന്നാലെ, ഈ ഒറ്റക്കാലിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം വിടടോ, എൻ്റെ പപ്പിയെ വിടടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഓടുന്നത്. അന്നേരം ഒന്ന് പിടയ്ക്കാതെ കൊച്ചേ, ഞാൻ ഒന്ന് അടങ്ങി കിടക്കുന്നൊക്കെ തോളിൽ കിടക്കുന്ന പത്മിനിയോട് ഒറ്റക്കാലമേ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്നുണ്ട്. അയാളുടെ കൂടെ ഓടിയെത്താനായിട്ട് സത്യയ്ക്ക് സാധിക്കുന്നില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു മരക്കുറ്റിയിൽ തട്ടി സത്യ അങ്ങ് വീഴുകയാണ്. ഇയാളങ്ങ് നടന്നു പോകുന്നുണ്ട്. അന്നേരം വീണ് കിടന്നിട്ടും സത്യയാണെങ്കിൽ വിടടോ, എൻ്റെ പപ്പിയെ വിടടോ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ട്. പക്ഷേ ഇയാളാണെങ്കിൽ അങ്ങ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. സത്യ അവിടെ നിന്ന് പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോഴേക്കും ആരെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. വന്ന വഴിയും സത്യയ്ക്ക് അറിയാൻ വയ്യ, അവരെങ്ങോട്ട് പോയി എന്നും അറിയാനായിട്ട് സാധിക്കുന്നില്ല. തുടർന്ന് പപ്പിനെയാണെങ്കിൽ ഈ ഒറ്റക്കാലം ബേബിയുടെ തോളിൽ കിടന്ന് ആകെ ബഹളം ഉണ്ടാകുകയാണ്. അന്നേരം ഒന്ന് പിടയ്ക്കാതെ കൊച്ചേ, നിന്നെ ഇവിടെ ഈ കാട്ടിൽ രക്ഷിക്കാനായിട്ട് ആരാണ് വരുന്നത് എന്നിങ്ങനെ പറഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ ശ്രീരഞ്ജിനിയും ആ കോൺസ്റ്റബിൾ സുനിതയും വേറൊരു വനിതാ കോൺസ്റ്റബിളും കൂടി വരികയാണ്. അന്നേരം ശ്രീരഞ്ജിനിയെ കണ്ടിട്ട് പെട്ടെന്നങ്ങ് ശ്രമിച്ച് തോളിൽ നിന്നും കുട്ടിയെ അങ്ങ് താഴെ ഇറക്കുകയാണ്. അന്നേരം ഞാൻ ഈ കാട്ടിലായാലും നാട്ടിലായാലും ആരെങ്കിലും രക്ഷിക്കാനൊക്കെ വേണ്ടേ ബേബി എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുകയാണ്. അന്നേരം കാട്ടിൽ ഈ കുട്ടിയെ തനിയെ കണ്ടപ്പോൾ ഞാൻ രക്ഷിക്കാൻ നോക്കിയതാണ് മാഡം എന്നിങ്ങനെ പറയുകയാണ്.
അന്നേരം രക്ഷിക്കാൻ തന്നെയാണ് ഞങ്ങളും വന്നത്, ഈ കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കണം, അതേപോലെ നിന്റെ തറവാട്ടിലും കൊണ്ടാക്കണം, സെൻട്രൽ ജയിലിൽ എന്നിങ്ങനെ പറയുമ്പോൾ ഇയാളിങ്ങനെ നോക്കുന്നുണ്ട്. തുടർന്ന് കുട്ടിയെ ശ്രീരഞ്ജിനി ഇങ്ങനെ ചേർത്ത് അടുത്തേക്ക് പിടിച്ചിട്ട് മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഈ ഒറ്റക്കാലം ബേബിയാണെങ്കിൽ കുഞ്ഞിനോട് ശ്രീരഞ്ജിനി സംസാരിക്കുന്ന സമയം നോക്കി പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒറ്റക്കാലും വെച്ചുകൊണ്ട് അയാൾ ഓടുന്നുണ്ട്. അയാളെ വിടരുത് എന്നിങ്ങനെ സുനിത പറയുമ്പോൾ അവിടെ കിടന്ന ഒരു കമ്പെടുത്ത് ഈ ശ്രീരഞ്ജിനി കറക്റ്റ് അയാളുടെ കാലിലേക്ക് എറിയുന്നുണ്ട്. അയാൾ മറിഞ്ഞങ്ങ് വീഴുകയാണ്. തുടർന്ന് ഈ പോലീസുകാരെല്ലാവരും കൂടി, ഈ 2 പോലീസുകാരും ശ്രീരഞ്ജിനിയും കൂടി ഒറ്റക്കാലം ബേബിയുടെ അടുത്തേക്ക് പോവുകയാണ്. നിന്നെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കില്ല, നിന്നെ ജയിലിൽ തന്നെ വിടും, മറ്റേ കുട്ടി എവിടെയിടാ എന്ന് സത്യ എവിടെയിടാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് പത്മിനിയാണെങ്കിൽ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ സത്യ കണ്ടില്ലല്ലോ. സത്യ അവർ വന്ന വഴിയെ തിരിഞ്ഞങ്ങ് പത്മിനി ഓടുന്നുണ്ട്. തുടർന്ന് ഈ ഒറ്റക്കാലം ബേബി പറയുകയാണ്, അതിന് ഇവിടെ ഉണ്ടായിരുന്ന കുട്ടി എവിടെ മാഡം എന്ന് പറയുമ്പോഴാണ് ശ്രീരഞ്ജിനിയും പോലീസുകാരുമൊക്കെ പത്മിനിയെ ശ്രദ്ധിക്കുന്നത്. അന്നേരം പത്മിനിയെ കാണുന്നുമില്ല. പെട്ടെന്ന് ആ ഒറ്റക്കാലം ബേബിയുടെ ഷർട്ടിൻ്റെ കോളറിൽ നിന്ന് ശ്രീരഞ്ജിനിയുടെ കയ്യങ്ങ് അറിയാതെ വിടുകയാണ്. തുടർന്ന് സുനിത പോയി നോക്ക്, കുട്ടികൾ എവിടെ നിന്ന് പോയി നോക്ക് എന്ന് പറയുമ്പോൾ ഈ കോൺസ്റ്റബിൾ സുനിത ആ കുട്ടികളെ കണ്ട വഴി വന്ന വഴിയൊക്കെ അങ്ങോട്ട് ഓടുകയാണ്. ഈ ഒറ്റക്കാലം ബേബിയാണെങ്കിൽ വിജയ് എന്ന പോലെ അങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അതേസമയം വിഷ്ണുവിനെ ശാലിനിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവർ കുട്ടികളെ വിളിച്ച് അന്വേഷിച്ച് നടക്കുന്നതും ഒക്കെ കാണിക്കുകയാണ്. തുടർന്ന് പപ്പിയാണെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സിംഹത്തിൻ്റെ കരടിയുടെ കലർച്ചയൊക്കെ കേട്ടിട്ട് അവിടെ തന്നെ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ സത്യമാണെങ്കിൽ പുറകെ കൂടി വന്ന് തോളിൽ അങ്ങനെ പിടിക്കുമ്പോൾ പപ്പി അങ്ങ് പേടിച്ച് പോകുന്നുണ്ട്. അന്നേരം സത്യ നീയോ എന്ന് ചോദിക്കുമ്പോൾ മിണ്ടരുത് എന്നിങ്ങനെ കൈവച്ചിങ്ങനെ കാണിക്കുകയാണ്. അന്നേരം എന്താ സത്യം എന്ന് ചോദിക്കുമ്പോൾ ചുറ്റും ദുഷ്ടരായ ആൾക്കാരാണ്, നമുക്ക് എങ്ങനെയെങ്കിലും കാട്ടിന് പുറത്ത് കിടക്കണം, ശബ്ദമുണ്ടാക്കാതെ വാ എന്ന് പറഞ്ഞിട്ട് പപ്പി കൈയും പിടിച്ച് നടക്കുകയാണ്. പക്ഷേ ഈ ശ്രീരഞ്ജിനിയെ കണ്ടു എന്നുള്ളത് പപ്പി സത്യയോട് പറഞ്ഞിരുന്നെങ്കിൽ സത്യയ്ക്ക് രക്ഷപ്പെടാനുള്ള ബുദ്ധി പെട്ടെന്ന് ഉദിച്ചാണ് അവരുടെ അടുത്തേക്ക് പോയേനെ. പക്ഷെ പപ്പിയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടൊന്നും സത്യയോടും പറയുന്നില്ല. തുടർന്ന് പൂജ പൂർത്തിയാക്കിയ ശാരദാമ്മയെന്ന് കാണിക്കുന്നത് പ്രസാദം വാങ്ങാനായിട്ട് നിൽക്കുമ്പോൾ തിരുമേനി പ്രസാദമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, യമദേവൻ്റെ മരണപാശം ശാരദാമ്മയുടെ ചെറുമക്കളിൽ നിന്നും മാറിയിരിക്കുന്നു, ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോകാം, കുട്ടികൾക്ക് ആപത്തൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തൊഴുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ദിവ്യ ദർശനമുണ്ടായി. വെളുപ്പിന് ശാരദാമ്മ പറഞ്ഞ പോലെ ഒരു സ്ത്രീയാണ് എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇങ്ങനെ മഴയത്ത് നനഞ്ഞൊലിച്ച് വന്ന ആ സ്ത്രീ ഏകദേശം ആ രൂപം തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം കുട്ടികൾക്ക് ആപത്തൊന്നും വരത്തില്ല. ശാരദാമ്മയുടെ പൂജയുടെ സമയത്തുണ്ടായിരുന്ന ആ സർപ്പം പിൻവാങ്ങിയപ്പോഴേ ആ മരണഭയം കുട്ടികളിൽ നിന്നും പിന്മാറി. ശാരദാമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ നന്ദിയുണ്ട് തിരുമേനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തൊഴുകയാണ്. അന്നേരം ശാരദാമ്മയെ തൊഴേണ്ടത് ഞാനാണെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പറയ തിരുമേനി എന്ന് പറയുകയാണ്. ശാന്തയും കൂടെയുണ്ട്. അന്നേരം മക്കൾക്കുമൊക്കെ മാതാപിതാക്കൾ സ്നേഹമൊക്കെ ഒരുപാട് കൊടുക്കാറുണ്ട്. പക്ഷേ സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കുന്ന ഒരു മുത്തശ്ശിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശാരദാമ്മ പാതിവൃത്തത്തിൻ്റെയും ദാർഢ്യത്തിൻ്റെയും ശക്തി കൊണ്ട് തന്നെയാണ് ആ കുട്ടികളിൽ നിന്ന് ആപത്തൊഴിഞ്ഞു പോയത് എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. തുടർന്ന് വേറെ ഏതെങ്കിലും അമ്പലത്തിലായിരുന്നെങ്കിൽ ഇനിയും കാണാമെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ അതിന് സാധ്യതയില്ലല്ലോ. ഇവിടുത്തെ പിന്നെ പ്രശസ്തിയെപ്പറ്റി പറയാനായിട്ട് സോഷ്യൽ മീഡിയ ഒരു പാണനും പാട്ടുപാടാനായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പൂജയും ഇപ്പോൾ ഖ്യാതിയിൽ വന്നേനെ എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് അവരിങ്ങനെ യാത്ര പറയാനായിട്ട് ഇറങ്ങുമ്പോൾ തിരുമേനി എന്നും പറഞ്ഞ് ഓടിക്കൊണ്ട് ഒരാൾ കയറി വരികയാണ്. അന്നേരം മരണപൂജയല്ലേ, ബലികർമ്മമല്ലേ, പെരുന്നാളും പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അന്നേരം ഭാനുമതി അമ്മ തിരുവാതിര നക്ഷത്രം എന്നിങ്ങനെ അയാൾ പറയുമ്പോൾ ശാരദാമ്മയും ശാന്തയും തിരിഞ്ഞു നിൽക്കുകയാണ്. തിരുമേനി അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അന്നേരം മരിച്ചിട്ട് എന്ന് പറയുമ്പോൾ 41 ദിവസമായി കിഴക്കൻമലയിലെ ഉരുൾപൊട്ടലിലാണ് മരിച്ചതെന്ന് പറയുമ്പോൾ ശാരദാമ്മയും അന്തം വിടുകയാണ്. ആദ്യം അവരുടെ ഭർത്താവും മക്കളുമൊക്കെ ആദ്യം ഉണ്ടായ ഉരുൾപൊട്ടലിൽ പോയി. അതിനുശേഷം അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ ഏതോ നാട്ടിൽ പോയാണ്, വല്യമ്മ എന്നാണ് പറയുന്നത്, വല്യമ്മ വേറെ ഏതോ നാട്ടിൽ പോയി താമസിച്ചു. ഇവിടെ ഒരു ചായക്കടയിലായിരുന്നു. അതുകൊണ്ട് അന്നത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവിടുത്തെ നല്ല സ്നേഹമുള്ളവരായിരുന്നു. അവരുടെ മക്കളെയൊക്കെ പേരെടുത്ത് പറയുമായിരുന്നു. ഏതോ ഒരു ശാരദാമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് തിരുമേനി ഈ ശാരദാമ്മയെ ശാന്തയൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. ശാരദാമ്മയെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാന്ത പറയുന്നുണ്ട്, അതിനു മുമ്പേ അയാൾ പറയുകയാണ്, പിന്നീട് അവിടെ എന്തോ പ്രശ്നമുണ്ടായപ്പോൾ തിരികെ ആ നാട്ടിലേക്ക് തന്നെ പോയി. ഭർത്താവും മക്കളെയും ഒക്കെ അടക്കം ചെയ്ത സ്ഥലത്ത് ഒരു ഓലപ്പുര വളച്ചു കെട്ടി അവിടെയായിരുന്നു താമസം. ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വല്യമ്മയും പോയി. ബന്ധു എന്ന് പറയാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അന്നേരം ശാന്ത ഇങ്ങനെ ശാരദാമ്മയോട് ചോദിക്കുകയാണ്, കിഴക്കൻമലയിൽ ഉരുൾപൊട്ടലുണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലേ ശാരദാമ്മ വീട്ടിൽ വന്നതെന്ന് ഭാനുമതി അമ്മ വീട്ടിൽ വന്നതെന്ന് ശാരദാമ്മ പറഞ്ഞു തന്നു. അന്നേരം അതേ എന്ന് പറയുകയാണ്.
നിൽക്കുകയാണ്. അന്നേരം ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അതിന് മുന്നേ വീട്ടിൽ ആദ്യം ഭാനുമതിയമ്മ വന്നതും ശാരീരികമായിട്ട് പ്രശ്നമുണ്ടായതും കത്തിക്കുത്തേറ്റതും ഒക്കെ ഓർക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, ക്യാമ്പിൽ നിന്ന് ഞാൻ വരുന്നത് അവരെന്നെ ഇഷ്ടമുണ്ടായിട്ട് വിട്ടതല്ല എന്നൊക്കെ. അപ്പം മരണത്തിന് ശേഷം ഒരു ആത്മാവ് എന്ന പോലെയാണ് ശാരദാമ്മയുടെ വീട്ടിലേക്ക് ഭാനുമതി അമ്മ വന്നതൊക്കെ. തുടർന്ന് ശാന്ത പറയുന്നുണ്ട്, ഇയാളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഒന്നേ വേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങുകയാണ്. അമ്പലത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആരാ അതെന്ന് ഈ വന്നയാൾ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം തിരുമേനി ആ വെളിയിലേക്ക് ഇറങ്ങി ശാരദാമ്മ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശാരദാമ്മയും തിരുമേനി നോക്കി നിൽക്കുകയാണ്, ആരാണെന്ന് പറയുന്നില്ല. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ തിരുമേനി പറയില്ലായിരിക്കും അത് ശാരദാമ്മയാണ് എന്നുള്ളത്, പറയില്ലായിരിക്കും. ആ ഒരു ഭാനുമതി അമ്മയുടെ ആ കഥാപാത്രം എന്നുള്ളത് ഇതുകൊണ്ട് അവിടെ അങ്ങ് തീരുകയാണ്. ഇത്രയുമേ പുതിയ എപ്പിസോഡിൽ വിശേഷങ്ങളുള്ളൂ. അപ്പോൾ സത്യയും പപ്പിയും കൂടി വീണ്ടും ഇങ്ങനെ അടുത്ത എപ്പിസോഡിൽ സത്യയും പപ്പിയും കൂടി ഇങ്ങനെ വീണ്ടും നടന്നു പോകുമ്പോൾ വിഷ്ണുവിൻ്റെയും രോഹിത്തിൻ്റെയും ശ്യാമയുടെയും മുന്നിലേക്കാണ് ചെന്നുപെടുന്നത്. അവരെങ്ങനെ കുട്ടികളെ കാണും, അപ്പോൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെയാണ്. വീണ്ടും ഒരു എപ്പിസോഡ് കൂടി നീളുകയാണ് ഈ കാട്ടിലെ കഥ. അതിനുശേഷമാണ് ഇനി മധുശ്രീയുമായിട്ടുള്ള നിശ്ചയവും രാഘവൻ നായർ മുൻകൈയെടുത്ത് ശാലിനിയെ തിരികെ കൊണ്ടുവരുന്നതുമൊക്കെ ഇനിയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.